15ാമത് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിന് ഇന്ന് തുടക്കം. രാവിലെ 10 മണിക്ക് നടക്കുന്ന ആചാര്യ സമ്മേളനത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമാവുക. വൈകിട്ട് 5-ന് നടക്കുന്ന പൊതുസമ്മേളനം ബംഗാൾ ഗവർണർ സി.വി. ആനന്ദബോസ് ഉദ്ഘാടനം ചെയ്യും. ഏപ്രിൽ 27 വരെയാണ് ചരിത്ര പ്രസിദ്ധമായ അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം. വിവരങ്ങളുമായി ഡോക്ടർ പ്രശാന്ത് ശങ്കരമംഗലം ചേരുന്നു. നമസ്തേ പ്രശാന്ത്. അനന്തപുരിയിൽ ഹിന്ദു മഹാസമ്മേളനത്തിന് ഇന്ന് തുടക്കം കുറിക്കുന്നു. വൈകിട്ട് ബംഗാൾ ഗവർണർ സി.വി. ആനന്ദബോസാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. ഇന്നലെ സ്വാമി ആനന്ദ ഭാരതി അദ്ദേഹത്തെ ആനയിച്ചുകൊണ്ടുള്ള വലിയ ഘോഷയാത്ര തന്നെ നടന്നു. സമ്മേളനത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ടല്ലോ. കൂടുതൽ വിവരങ്ങൾ പ്രശാന്ത്. വിനോദ, സമ്മേളനത്തിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. 10 മണിക്കാണ് ആചാര്യ സംഗമം. രാവിലെ മുതൽ തന്നെ ഗണപതി ഹോമം സമ്മേളന നഗരിയിൽ തന്നെ ആരംഭിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് അതിൻ്റെ മുന്നോടിയായിട്ടുള്ള വിളംബര ജാഥ നടന്നത്. ആനന്ദവനം ഭാരതി മഹാമണ്ഡലേശ്വർ, ജുന അഖാഡയുടെ മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി മഹാരാജിനെ സ്വീകരിച്ച് ആനയിച്ചുകൊണ്ട് ഈ സമ്മേളന നഗരിയിലേക്ക് എത്തിയത്. അങ്ങനെ ഈ ഹിന്ദു മഹാസമ്മേളനത്തിൻ്റെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. 15ാമത് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനമാണ് ഇന്ന് അത് തുടക്കം കുറിച്ചത്. രാവിലെ തന്നെ ഗണപതി ഹോമം സമ്മേളന നഗരിയിൽ ആരംഭിച്ചു. തുടർന്ന് ഇങ്ങോട്ട് 10 മണിക്ക് ആചാര്യ സംഗമം നടക്കും. ആ ആചാര്യ സംഗമത്തിൽ ജുന അഖാഡ മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി മഹാരാജും അതോടൊപ്പം തന്നെ ഈ കേരളത്തിനകത്തും പുറത്തുമുള്ള വിവിധ സന്യാസി പരമ്പരകളിലെ വിവിധ സന്യാസി മഠങ്ങളിലെ സ്വാമിമാരടക്കം ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും വിവിധ വിഷയങ്ങളിൽ സംസാരിക്കുകയും ചെയ്യും. അതിനുശേഷം 2 മണിക്ക് മുതൽ ആണ് വികസനം വിഴിഞ്ഞം തുറമുഖം എന്നൊരു വിഷയം നടക്കും. അതിൻ്റെ ഉദ്ഘാടനം ഉദയസമുദ്ര ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽ ചെയർമാനും ജനം TV MD-യുമായ ചെങ്കൽ എസ് രാജശേഖരൻ നായർ നിർവഹിക്കും. അതോടൊപ്പം തന്നെ മറ്റ് ഇതുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട ആ വിഷയത്തിലൊരു ചർച്ചകളും നടക്കുകയും ചെയ്യും. അങ്ങനെ സമഗ്രമായൊരു ചർച്ച സ്വാഭാവികമായി നടക്കുന്ന ഹിന്ദു സമ്മേളനങ്ങൾക്ക് നിന്നും വ്യത്യസ്തമായ ആണ് ഇവിടെ ഈ അനന്തപുരി ഹിന്ദു സമ്മേളനം നടക്കുന്നത്. മറ്റ് സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് ഹിന്ദു സമ്മേളനങ്ങൾ നടക്കുമ്പോൾ അത് ആധ്യാത്മികമായ രീതിയിലാണെങ്കിൽ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി ആധ്യാത്മികത മാത്രമല്ല ഈ രാജ്യത്തിൻ്റെ സമഗ്രമായ വികസനം അടക്കമുള്ള കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്തത്. അങ്ങനെ വികസനവും ആത്മീയതയും അടക്കമുള്ള കാര്യങ്ങളെ ചർച്ച ചെയ്തുകൊണ്ടൊരു സമ്മേളനമാകും ഈ അനന്തപുരിയിൽ സമ്മേളനത്തിൽ നടക്കുക. 5 ദിവസങ്ങളിലായാണ് ഇന്ന് ആരംഭിച്ച് 27-ാം തീയതി സമാപിക്കുന്ന രീതിയിൽ 5 ദിവസങ്ങളിലായാണ് ഇവിടെ നടക്കുന്നത് ഈ സമ്മേളനം നടക്കുക. അതിൽ വിവിധ വിഷയങ്ങളടക്കം ചർച്ചകളും നടക്കും. അങ്ങനെ ഒരു മറ്റ് സമ്മേളനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ രീതിയിലായിരിക്കും നടക്കുന്നത്. വികസനം, വിദ്യാഭ്യാസം, വനിതാ സമ്മേളനം, രാജ്യത്തിൻ്റെ സുരക്ഷ, ക്ഷേത്ര പരിപാലനം, യുവശക്തി തുടങ്ങിയ വിഷയങ്ങൾ, ആ വിഷയങ്ങളിലെല്ലാം പ്രബന്ധങ്ങൾ, ചർച്ചകൾ, സംവാദങ്ങൾ തുടങ്ങിയവയെല്ലാം നടക്കുന്നു. ഇപ്പോൾ നമ്മളോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളും അതിൽ എത്രത്തോളമായി എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ ഹിന്ദുധർമ്മ പരിഷത്തിൻ്റെ അധ്യക്ഷൻ പ്രസിഡന്റ് M. ഗോപാൽ പങ്കെടുക്കുന്നത്. അങ്ങനെ M. വേലായുധൻ സാറും പങ്കെടുക്കുകയെന്ന് ചോദിച്ചു. അങ്ങനെ എന്തായാലും ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിച്ചിട്ടുണ്ട്. എന്തായാലും 10 മണി മുതലാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ആചാര്യ സംഗമം ആണ് മുഖ്യമായ ആദ്യം തുടക്കത്തിൽ നടക്കുന്നത്. ഗണപതി ഹോമം ആരംഭിച്ചു കഴിഞ്ഞു. ഇനി എങ്ങനെയായിരിക്കും മറ്റ് ചടങ്ങുകളിലേക്ക് കടക്കുക? 10 മണിക്ക് ആചാര്യ സംഘമാണ്. ആചാര്യ സംഘം എന്ന് ഉദ്ദേശിക്കുന്നത് തിരുവനന്തപുരത്ത് സന്യാസി ശ്രേഷ്ഠന്മാരും അതേപോലെ തന്നെ പ്രമുഖ തന്ത്രിമാർ, അതേപോലത്തെ ആചാര്യന്മാർ എല്ലാവരും പങ്കെടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അത് 10 മണിക്ക് തുടങ്ങുന്നത് തന്നെ നമ്മൾ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടാണ്, കാശ്മീരിൽ മരിച്ച ധീരന്മാർക്ക് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ രാവിലെ തന്നെ പരിപാടി ആരംഭിക്കുന്നത്. അതിൽ സന്യാസിമാരും ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും ഉണ്ടാവും. 1 മണിവരെ നീണ്ടു നിൽക്കുന്ന ചർച്ചയാണ്. ഇന്ന് സമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് എങ്ങനെയാണ് സന്യാസിമാരും ആചാര്യന്മാരും പരിഹാരം കാണേണ്ടത്, എങ്ങനെയാണ് ഹിന്ദുക്കൾക്ക് പ്രചോദനം കൊടുക്കേണ്ടത് എന്നുള്ള ചർച്ചയാണ് അതിൽ നടക്കാൻ പോകുന്നത്. ഉച്ചയ്ക്ക് ശേഷം ഇതേപോലെ എങ്ങനെ സമൂഹത്തിലെ യുവാക്കന്മാർക്ക് ജോലി സമ്പാദിക്കാം. കാരണം നമ്മൾ ആധ്യാത്മിക രംഗം മാത്രമല്ല, ഇങ്ങനത്തെ അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളുണ്ട്. എല്ലാവരും വിദഗ്ധരായുള്ള ആൾക്കാരാണെന്ന് പങ്കെടുക്കുന്ന ആൾക്കാർ മുഴുവൻ ഇതിൽ. അതാണൊരു
വലിയൊരു പ്രത്യേകത. വൈകുന്നേരം പൊതുപരിപാടിയാണ്. അതിൽ ബംഗാൾ ഗവർണർ വരും എന്നാണ് നമ്മുടെ ഇതുവരെയുള്ള വിശ്വാസം. വരില്ല എന്നൊന്നും നമ്മളെ അറിയിച്ചിട്ടില്ല. പിന്നെ അല്ലെങ്കിലും ധാരാളം ആൾക്കാർ അതിൽ സംസാരിക്കാണ്ട്. കുമ്മൻ രാജശേഖരൻ്റെ, അതുകൂടാതെ രാജീവ് ചന്ദ്രശേഖരൻ്റെ. രാജീവ് ചന്ദ്രശേഖരൻ തന്നെയാണ് അധ്യക്ഷൻ. പിന്നെ ഈ സ്വാമിജിയുണ്ട്. അപ്പം സമ്പുഷ്ടമാണ് വേദി. അതേപോലെ തന്നെ സമ്പുഷ്ടമായിരിക്കും ഈ പരിപാടിയിൽ വരുന്ന ആൾക്കാർ, ശ്രോതാക്കൾ. ഇതെല്ലാം ആയിരിക്കും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ സാധാരണ ഹിന്ദു സമ്മേളനങ്ങളിൽ നിന്ന് വ്യത്യസ്തത എന്ന് വെച്ചാൽ ഇവിടെ ചർച്ച ചെയ്യുന്നത് വികസനത്തിന് ഒരു വലിയ കാര്യം ചെയ്യുന്നു, യുവശക്തിയെ പറ്റി ചർച്ച ചെയ്യുന്നു. അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ വികസനം ഏതൊക്കെ രീതി നടത്താം, അതോടൊപ്പം തന്നെ നമ്മുടെ ഹൈന്ദവ സമൂഹത്തിൻ്റെ വികസനമാണ്. അത് ആധ്യാത്മികമായാലും ശരി, മറ്റ് സാമ്പത്തിക ഉന്നതിയിലൂടെ എങ്ങനെ മുന്നേറാമെന്ന് അടക്കമുള്ളൊരു കാര്യങ്ങൾ, വിശാലമായ കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതിന് അങ്ങനെ ഒരു പ്രത്യേകത കൂടി എനിക്ക് തോന്നുന്നു ഈ അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിലുണ്ടെന്ന് തോന്നുന്നത്. കഴിഞ്ഞ വർഷമായാലും ശരി അങ്ങനെ തന്നെയായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. നിശ്ചയമായും നമ്മൾ വെറും ഒരു ഹിന്ദുവിൻ്റെ ആധ്യാത്മികത മാത്രമല്ല, ആധ്യാത്മികതയിൽ അധിഷ്ഠിതമായ ഭൗതികതയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആധ്യാത്മികതയ്ക്ക് പ്രത്യേകതയുണ്ട്. ആ നിലയ്ക്ക് ഹിന്ദു ഉണരുന്ന സമയത്താണ് രാഷ്ട്രം ഉയരുന്നത്. ഹിന്ദുത്വ അഭിമാനികൾ ഉണ്ടെങ്കിലല്ലേ രാഷ്ട്രം ഉയരാൻ സാധിക്കുള്ളൂ, രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഒരു മേഖല മാത്രമല്ല, സർവ്വതോമുഖമായ ഉന്നതിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എല്ലാ രംഗത്തുള്ള ലോക സ്ഥാനത്തേക്ക് ഭാരതം പോകണമെന്നുണ്ടെങ്കിൽ എല്ലാ രംഗവും വേണമല്ലോ, ഒരു രംഗം മാത്രം പോരല്ലോ. അങ്ങനത്തെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാൻ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് യുവാക്കന്മാർക്ക് പ്രാധാന്യം കൊടുക്കുന്നു, വനിതകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു, തൊഴിലാളികൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു, രാഷ്ട്രീയക്കാർക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. രാജനൈതിക രംഗം ശോഭനമാകണം. അതിലൊരു പാർട്ടിയല്ല, എല്ലാ പാർട്ടിയും ശോഭനമാണെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. സംശുദ്ധമായ രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാ രംഗത്തെയും നമ്മളെ ട്രഷറർ നിങ്ങൾ പ്രതീക്ഷിക്കും പോലെ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയക്കാരനല്ല, പക്ഷേ ഹിന്ദുത്വ അഭിമാനിയാണ് അദ്ദേഹം. അപ്പം ആ നിലയ്ക്കാണ് അദ്ദേഹത്തിൻ്റെയൊക്കെ പ്രവർത്തനം. ഞങ്ങളിപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെ വികസനത്തിലൂന്നിയ വിശ്വാസമാണ്. നമ്മളാണ് ഈ പറഞ്ഞതുപോലെ ഹിന്ദുധർമ്മത്തെ പരിപാലിക്കുക, ഇല്ലെങ്കിൽ ഹിന്ദുധർമ്മത്തിൻ്റെ ഈ കാലഘട്ടത്തിലെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരം ഒരു വലിയ ഒരു പരിപാടിക്ക് നമ്മൾ രൂപകൽപ്പന കൊടുത്തത് തന്നെ. നമ്മളെന്നും പറഞ്ഞിട്ടുള്ളൊരു കാര്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നാണ്. അല്ലാതെ നമ്മൾ മറ്റ് മതക്കാർ പറയുന്നത് പോലെ തൊട്ടടുത്ത ആളിനെ സ്നേഹിക്കുക എന്നുള്ളതിനൊക്കെ ഉപരി ലോകം മുഴുവൻ ഇത് വരിക എന്നുള്ളതാണ്. അപ്പം വികസനവും വിശ്വാസവും, കാരണം നമ്മൾ ഈ പറഞ്ഞതുപോലെ പഴയ കാലത്ത് ചില ആൾക്കാർ ചിന്തിക്കുന്ന പോലെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഉണ്ടായിരുന്ന ഒരു സംസ്കാരത്തിൽ നിന്ന് വികസനത്തിലൂടെ വിശ്വാസത്തിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ് നമ്മൾ ഇപ്രാവശ്യം കൊണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ വളരെ ശ്രേഷ്ഠരായ ഒരുപാട് ആൾക്കാർ നമ്മുടെ ഈ പരിപാടിക്ക് പങ്കെടുക്കുന്നുണ്ട്. വളരെ നല്ലൊരു പ്രതികരണമാണ് ഹിന്ദു സമുദായത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും നാനാജാതി മതസ്ഥരിൽ നിന്നും നമ്മളെല്ലാ ആൾക്കാരെയും ക്ഷണിച്ചിട്ടുണ്ട്. അല്ലാതെ ഹിന്ദു സമ്മേളനം എന്ന് പറയുമ്പോൾ ഹിന്ദുക്കളിൽ മാത്രം ഒതുങ്ങി നിൽക്കുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ സന്ദേശം എന്താണെന്നും നമ്മുടെ മതത്തിൻ്റെ ധർമ്മം എന്താണെന്നും നമ്മൾ എന്താണ് ഈ ഭൂമിയിൽ ചെയ്തു കൊടുക്കുന്നതെന്നും മറ്റുള്ള ആൾക്കാരെ കൂടെ അറിയിക്കുക എന്നുള്ളത് കൂടിയാണ് നമ്മുടെ ഈ ഒരു ലക്ഷ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ വളരെ നല്ല രീതിയിലുള്ളൊരു സംവിധാനമായിരിക്കും ഇപ്രാവശ്യം ഒരുക്കിയിട്ടുള്ളത്. ആ രീതിയിൽ ജനപങ്കാളിത്തം ഉണ്ടാവും. അതുതന്നെയാണ് സർവ്വതോന്മുഖമായൊരു വികസനവും അതോടൊപ്പം തന്നെ ആത്മീയതയും. അങ്ങനെ പല വിഷയങ്ങൾ, പല ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം ചർച്ചകൾ നടക്കും. പൂജനീയ സത്യാനന്ദ സരസ്വതി സ്വാമിജികളുടെ ഒരു വലിയ ദർശനം ഉണ്ടായിരുന്നു. ഹൈന്ദവ സമൂഹം എങ്ങനെയാവണം, അല്ലെങ്കിൽ ഹൈന്ദവ സമൂഹത്തിൻ്റെ വളർച്ച എങ്ങനെയായിരിക്കണം. കേവലം ഒരു ആത്മീയമായ വളർച്ചയിലൂടെ മാത്രം ഹൈന്ദവ സമൂഹം വളരില്ല. അതിന് അടിസ്ഥാനമായ മറ്റ് പല കാര്യങ്ങളുമുണ്ട്. അതായത് മറ്റ് സാമ്പത്തികമായിട്ടുള്ള വളർച്ചയുണ്ടാവണം. അവൻ്റെ സർവ്വതോന്മുഖമായ രീതിയിലുള്ളൊരു വളർച്ച കൊണ്ട് മാത്രമേ പൂർണ്ണമായൊരു ഹൈന്ദവ സമൂഹം വളരുകയുള്ളൂ. ഒരു വലിയ ദർശനം, കാഴ്ചപ്പാടുമെല്ലാം സ്വാമിയുടെ ഉണ്ടായിരുന്നു. ആ സ്വാമിയുടെ സത്യാനന്ദ സരസ്വതി സ്വാമിജിയുടെ ഒരു ആഗ്രഹപൂർത്തീകരണം കൂടിയാണ് ഹൈന്ദവ സമ്മേളനം, ഈ അനന്തപുരി ഹിന്ദു സമ്മേളനത്തിലൂടെ നടപ്പിലാക്കുന്നത്, പൂർത്തീകരിക്കുന്നത്. അങ്ങനെ വിഷയങ്ങൾ പലതാണ്. പല വിഷയങ്ങളിൽ ചർച്ചകൾ നടക്കും, സംവാദങ്ങൾ നടക്കും. അങ്ങനെ ആ സംവാദങ്ങളിലൂടെ എല്ലാം ഉരുത്തിരിഞ്ഞു വരുന്നൊരു ആശയം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ വികസനം ഉണ്ടാകുക എന്നടക്കമുള്ള കാര്യങ്ങളും ഇവിടേക്ക് ചർച്ചയായി വരികയും ചെയ്യും. എന്തായാലും 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഹൈന്ദവ സമ്മേളനമാണ് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം. 15ാമത് ഹിന്ദുധർമ്മ പരിഷത്തിൻ്റെ ആഭിമുഖ്യത്തിലാണ്. ഈ കഴിഞ്ഞ 15 കൊല്ലവും വലിയ പിന്തുണയോടെയും വളരെ ജനസമ്മതിയോടെയും എല്ലാമാണ് ഇത് നടത്തി വന്നത്. ഇപ്പോഴും അത് തുടരുകയാണ്. ഇന്ന് 15ാമത്തെ അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിലാണ് ഇന്ന് തുടക്കമാകുന്നത്. വിവിധ വിഷയങ്ങളിലടക്കം ഇനിയുള്ള 5 ദിവസങ്ങൾ ചർച്ചയും സംവാദങ്ങളും എല്ലാം നടക്കും. വിനോദ്, 5 ദിവസത്തെ അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിനാണ് ഇന്ന് അനന്തപുരി തുടക്കം കുറിക്കുന്നത്. ഇന്ന്
പഹൽഗാമിൽ ഭീകരരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചാണ് ഹിന്ദു മഹാസമ്മേളനത്തിന് തുടക്കം കുറിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും ഡോക്ടർ പ്രശാന്ത് ശങ്കരമംഗലത്ത്.